ഫിഖ് 68 ശുറൂത്തുൽ ഇസ്തിജ്മാരി കല്ലുകൊണ്ട് ശൗചിക്കുന്നതിന്റെ ഷർത്തുകൾ. ഇത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് ഇൽമിന്റെ ഭാഗം എന്ന നിലക്ക്. വെള്ളം സുലഭമായി കിട്ടുന്നവർക്ക് ഒരു പക്ഷേ ഇത് എത്ര കണ്ട് ദഹിക്കൂല. വിദൂര യാത്ര സിയാറത്ത് യാത്രയൊക്കെ ചെയ്യുമ്പോഴേ, അതും ബസ്സിലൊക്കെ പോകുമ്പോൾ, ഫ്ലൈറ്റ് യാത്രക്കാർക്കും ഇത് മനസ്സിലാവൂല. ചിലപ്പോൾ ഫ്ലൈറ്റിലും മനസ്സിലാവും, കാരണം ഫ്ലൈറ്റിൽ വെള്ളം കിട്ടാതെ മൂത്രമൊക്കെ നിർബന്ധമായിട്ട് വന്നു. അപ്പം എന്താ ചെയ്യാം? അപ്പോൾ അവിടെ വെള്ളം കിട്ടാത്ത സാഹചര്യത്തിൽ ചെയ്യേണ്ട ശൗച പ്രക്രിയ നടത്തണം എന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. അതാണ് പറയുന്നത്. ശുറൂത്തുൽ ഇസ്തിജ്മാരി സബഅത്തുൻ, കല്ലുകൊണ്ട്, കല്ല് എന്നുള്ളത് ഒരു എക്സാമ്പിളാണ്. ഇന്നലെ പറഞ്ഞു കല്ലിന്റെ സ്ഥാനത്തുള്ള ടിഷ്യോ, അങ്ങനെയുള്ള മൂത്രം വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ള ഏത് വസ്തുവും പെട്ടു അത്. അതുകൊണ്ട് ശുദ്ധിയാക്കുമ്പോഴുള്ള ഷർത്തുകൾ 7 എണ്ണമാണ്. ഒന്ന്, അല്ലാ യജ്ഫൽ ഖാരിജ്, പുറത്ത് വന്ന വസ്തു ഉണങ്ങിപ്പോവാതിരിക്കണം. ഉണങ്ങിയ ശേഷം പിന്നെ ടിഷ്യൂ തുടച്ചിട്ട് കാര്യമില്ല, ശുദ്ധിയാവില്ല. നനവോടെ അത് തുടച്ചു മാറ്റണം. രണ്ടാമത്തത്, അല്ലാ യതഖത്തഅ യൻബകില, പുറത്ത് വരുന്ന സമയത്തോ വന്ന ശേഷമോ മറ്റൊരു സ്ഥലത്തേക്ക് അത് തെറിച്ചിട്ടും വേർപിരിയാതിരിക്കണം. 3, അല്ലാ യുജാവിസ് സഫഹത്തൻ ഔ ഹഷ്ഫത്തൻ, മൂത്രമാണെങ്കിൽ പുരുഷന്റെ ലിംഗാഗ്ര ആ ഭാഗത്തിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. പിൻദ്വാരമാണെങ്കിൽ ആ പാളിയുടെ പുറത്തേക്കും പോകാൻ പാടില്ല. 4, അല്ലാ യത്ര അലൈഹി അജ്നബിയുൻ, മറ്റൊരു നജസ് അതിലേക്ക് വരാതിരിക്കണം. വേറെ നജസും കൂടിക്കലർന്ന് വെള്ളമോ മറ്റോ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് വെള്ളം കൊണ്ട് തന്നെ ശുദ്ധിയാവുള്ളൂ, ടിഷ്യൂ കൊണ്ടോ മറ്റ് വസ്തു കൊണ്ടോ ശുദ്ധിയാവൂല. അയംസ സലാസൻ, 3 പ്രാവശ്യം തടവണം. വലോ ബി അത്റാഫി ഹജരിൻ, അത് ഒരു കല്ലിന്റെ 3 ഭാഗങ്ങളെ കൊണ്ടാണെങ്കിലും കുഴപ്പമില്ല, 3 പ്രാവശ്യം തടവണം. അപ്പോൾ ടിഷ്യൂ ഒറ്റ പ്രാവശ്യം വെച്ചിട്ട് എടുത്താൽ മതിയാവൂല, 3 പ്രാവശ്യം എന്തായാലും ചെയ്യണം. 1-ാം പ്രാവശ്യം സാധനം ഫുള്ള് വന്നിട്ടുണ്ടെങ്കിലും 3 പ്രാവശ്യം ചെയ്യൽ നിർബന്ധമാണ്. 6-മത്തത് യൗമൽ മഹല്ല കുല്ലമറ, ഓരോ പ്രാവശ്യവും ആ സ്ഥലം മുഴുവനും തുടക്കണം, ഒരു അല്പഭാഗം തുടച്ചാൽ മതിയാവൂല. 7, യുനക്കൽ മഹല്ല, സ്ഥലത്തെ മഹല്ലു, സ്ഥലം ശുദ്ധിയാക്കപ്പെടണം, നജസ് നീങ്ങി പോകണം. 3 പ്രാവശ്യം ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. 3-ാം പ്രാവശ്യം 4-ാം പ്രാവശ്യമാണ് നജസ് പോകുന്നതെങ്കിൽ അത് ചെയ്യേണ്ടി വരും, പിന്നെ ഒന്നുകൂടി ചെയ്യേണ്ടി വരും. വൃത്തിയാക്കൽ സുന്നത്തുണ്ട്. ഫൈലം യുൻകിഹി സലാസു, 3 പ്രാവശ്യം തുടച്ചിട്ടും ശുദ്ധിയാക്കിയില്ലെങ്കിൽ വജബൽ ഇൻഖാഉ ബിസിയാദ, അതിനേക്കാൾ വർദ്ധിച്ച എണ്ണം കൊണ്ട് ശുദ്ധിയാക്കൽ നിർബന്ധമാണ്. വയജിബൽ മുസ്തൻജി, ഇനി മറ്റൊരു വിഷയം പറയാൻ. വയജിബൽ മുസ്തൻജി, ശൗചിക്കുന്നവന് നിർബന്ധമാണ്. അൽ ഇസ്തിർഹാഹു, ലൂസാക്കിയിടൽ, തളർത്തിയിടൽ. ലി അല്ലാ യബ്ഖ അസ്റുൻ നജാസത്തി ഫി തലാഇഫി ദുബുരി അബിൽ ഫർജി, ഗുഹ്യഭാഗത്തിന്റെ പിൻദ്വാരത്തിന്റെയോ ചുരുളുകളിൽ നജസിന്റെ അടയാളങ്ങൾ ബാക്കിയാവാതിരിക്കാൻ ശരിക്കും ഇങ്ങോട്ട് അത് വിശാലമായി വരുന്ന നിലക്ക് എന്ത് ചെയ്യണം? ബോഡി ഒന്ന് തളർത്തിയിടണം, അല്ലെങ്കിൽ മുക്കിയിട്ട് ശരിയാക്കി വെക്കണം, അല്ലെങ്കിൽ നജസാട വീണ്ടും ബാക്കിയാവും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആദരിക്കപ്പെടുന്ന പേരുണ്ടെങ്കിൽ ഇടത്തെ കൈയിലെ മോതിരം നീക്കം ചെയ്യലും നിർബന്ധമാണ്. ഇത് ശൗചിക്കുന്നവൻ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ കല്ലുകൊണ്ടോ മറ്റോ ശൗചിക്കുന്നതിന്റെ ഷർത്തുകൾ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി സുന്നത്തുൽ ഇസ്തിൻജായി, ശൗചിക്കുമ്പോൾ പാലിക്കേണ്ട സുന്നത്തുകൾ. ഏതാനും ചില സുന്നത്തുകൾ നമുക്ക് പരിചയപ്പെടാം ശൗചിക്കുമ്പോഴുള്ള. 1, അല്ലാ യസ്തൻജിയ ബിൽ മാഇ ബി മൗളി ഖളായിൽ ഹാജത്തിൻ ഹാഫത്തർഷിഷൻ, തെറിക്കും എന്ന് കാണുന്നുവെങ്കിൽ മലമൂത്ര വിസർജനം ചെയ്ത സ്ഥലത്ത് വെച്ച് തന്നെ വെള്ളം കൊണ്ട് ശൗചിക്കാതിരിക്കൽ. ടോയ്ലറ്റിൽ പിന്നെ സംവിധാനം അങ്ങനെ ആയതുകൊണ്ട് പ്രശ്നമാക്കേണ്ടതില്ല. 2, ഐ യഅ്തമിദ ഇലൽ ഇസ്ബഇൽ വുസ്താ ഫി ദുബുരി ഇൻദ ഗസ്ലിഹി വയദ്രികഹു, പിൻദ്വാരം കഴുകുമ്പോൾ ഇടത്തെ കൈയിന്റെ നടുവിരൽ പ്രത്യേകമായി അതിനു വേണ്ടി ഊന്നുക, അതാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. അതുപോലും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ. എന്നിട്ട് അതുകൊണ്ട് വരച്ചു കഴിയുക. ഐ യസ്തൻജിബിൽ യസാർ, ഇടത് കൈ കൊണ്ട് ശൗചിക്കുക. അൽ ഈതാറു ഫിൽ അഹ്ജാർ, കല്ലുകളിൽ ഒറ്റയാക്കുക. 3 പ്രാവശ്യം നിർബന്ധമാണ്. 4-മത്തെ പ്രാവശ്യം കൊണ്ടാണ് ശുദ്ധിയാക്കിയതെങ്കിൽ 5-മത്തെ ഒന്നുകൂടി ചെയ്യുക. ഒറ്റയാക്കൽ സുന്നത്തായത് കൊണ്ടാണത്. ഐ യുഖദ്ദിമ ഫിൽ മാഇ അൽ ഖുബുല വഫിൽ ഹജരി അദ്ബുറ, വെള്ളം കൊണ്ട് ശോചിക്കുമ്പോൾ ആദ്യം മുൻദ്വാരം ശുദ്ധിയാക്കുക, പിന്നെ പിൻദ്വാരം. കല്ലുകൊണ്ട് ശോചിക്കുമ്പോൾ ആദ്യം പിൻദ്വാരം ശുദ്ധിയാക്കുക, പിന്നെ മുൻദ്വാരം.
ഇതൊക്കെ മഹാന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. ആറാമത്തത് അയ്യുക്കദ്ദിമൽ ഹജറ അലൽമായി, കല്ലും വെള്ളവും ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യം കല്ല് ഉപയോഗിക്കുക, പിന്നെ വെള്ളം. ഫൈനിക്തഫാബി വാഹിദിൻ, രണ്ടിലൊന്നാണ് ചെയ്യുന്നത്, വെള്ളമോ കല്ലോ ആണെങ്കിൽ ഫൽ അഫ്ദൽ ഹുവൽ മാഉ, ഏറ്റവും നല്ലത് വെള്ളം മാത്രമായിരിക്കലാണ്, കല്ലിനേക്കാൾ നല്ലത് അതാണ്. 7 അൻ യബ്ദാ ഫിൽ ഇസ്തിജ്മാരി ബി മുഖദ്ദമി സഫഹത്തിൽ യുംന, കല്ലുകൊണ്ട് ശോചനം ചെയ്യുമ്പോൾ വലത്തെ പാളിയുടെ മുൻവശം കൊണ്ട് തുടങ്ങുക. സുമ്മ ബിൽ യുസ്ര, പിന്നെ ഇടത്തെ പാളിയുടെ മുൻവശം കൊണ്ട് തുടങ്ങുക. സുമ്മ യുമ്മിറുൽ ഹജറ അല സഫഹത്തൈനി, പിന്നീട് രണ്ടു ഭാഗത്തും ഒന്നിച്ച് കല്ല് നടത്തുക. വൽ മസബത്ത, ദ്വാരത്തിലൂടെയും ജമീഅൻ ഒന്നിച്ച്. അതൊക്കെ അതിന്റെ ശൈലികളാണ്. 8 അൻ യഖൂല ബഅദഹു, ശൗചിച്ച ശേഷം പറയുക, അല്ലാഹുമ്മ തഹ്ഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി. വിശദീകരണം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ മലമൂത്ര വിസർജനം നടത്തലും ശൗചിക്കലും ഒറ്റ സ്ഥലത്താണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് അത് രണ്ടും കഴിഞ്ഞതിന് ശേഷമാണ് നേരത്തെ പറഞ്ഞ ആ രണ്ട്, ഈ ദിക്റും കഴിഞ്ഞ ദിക്റും പറയേണ്ടത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.